ഒക്ടോബർ 4 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാളിൽ ആഗോളസഭ. അസീസിയിലെ ഒരു പ്രമുഖ പട്ടുവസ്ത്ര വ്യാപാരിയായ പീറ്റർ ബെർണാഡിന്റെ മൂത്ത മകനാണ് വിശുദ്ധ ഫ്രാൻസിസ്. അമ്മ മകനെ പ്രസവിക്കാറായപ്പോൾ ഒരു അജ്ഞാത മനുഷ്യൻ ആ സ്ത്രീയോട് അടുത്തുള്ള കാലിത്തൊഴുത്തിലേക്ക് പോകുവാൻ ഉപദേശിച്ചു. അവൾ അങ്ങനെ ചെയ്യുകയും ഫ്രാൻസിസ് ക്രിസ്തുവിനെ പോലെ കാലിത്തൊഴുത്തിൽ ജനിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം. ചെറുപ്പത്തിൽ തന്നെ ഫ്രാൻസിസ് ഫ്രഞ്ചും ലത്തീൻ ഭാഷയും കൈവശമാക്കി. യുവമേളകളിൽ അദ്ദേഹം യഥേഷ്ടം പങ്കെടുത്തിരുന്നു. ദരിദ്രരോട് അനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസിന്റേത്. പിതാവ് ദാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയിരുന്നു. എങ്കിലും ദരിദ്രരോടുള്ള അനുകമ്പ അദ്ദേഹത്തിൽ അന്തർലീനമായി കിടന്നു. ഒരിക്കൽ പിതാവിന്റെ കടയിലിരുന്ന് പട്ടുവസ്ത്രം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി സഹായം അഭ്യർത്ഥിച്ചു വരികയുണ്ടായി. പെട്ടിയിൽ നിന്ന് ഒരു പിടി പണം വാരിയെടുത്ത് ഭിക്ഷുവിന്റെ കയ്യിൽ കൊടുക്കുകയും വൃത്തിഹീനനായ ആ യാചകനെ ഫ്രാൻസിസ് ആശ്ലേഷിക്കുകയും ചെയ്തു. ലൗകികതയും ദൈവസ്നേഹവും കലർന്ന ആ ജീവിതത്തിൽ കൂട്ടുകാരോടുകൂടെ ഉല്ലസിച്ചിരുന്ന ഒരു രാത്രി ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്വരം കേട്ടു. ആരെ സേവിക്കുകയാണ് ഉത്തമം, യജമാനനെയോ ദാസനെയോ? യജമാനനെ തന്നെ എന്ന് അയാൾ തീർത്തു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ, പിന്നീട് എന്തു ചെയ്യണമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയിക്കാം. അങ്ങനെ പുതിയ ജീവിതം ആരംഭിച്ചു. അക്കാലത്ത് വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ദേവാലയം കേടുവന്ന് കിടക്കുന്നതും താൻ അത് താങ്ങിയിരിക്കുന്നതും ഫ്രാൻസിസ് സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം ഉടനെ വീട്ടിൽ നിന്ന് പണമെടുത്ത് ദേവാലയം നന്നാക്കി. പിതാവ് ഫ്രാൻസിസിനെ വീട്ടിലിട്ടടിച്ചു. മെത്രാനച്ചനോട് പരാതിപ്പെടുകയും ചെയ്തു. ഫ്രാൻസിസ് അരമനയിൽ ചെന്ന് വിലപിടിച്ച തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് അവയും കുടുംബസ്വത്തിലുള്ള തന്റെ ഓഹരിയും പിതാവ് യഥേഷ്ടം ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തി ഒരു രോമവസ്ത്രത്തോടെ തെരുവീഥിയിലേക്ക് ഇറങ്ങി. ഫ്രാൻസിസ് തന്നോട് തന്നെ പറഞ്ഞു, ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ. എനിക്കിപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പരമാർത്ഥമായി വിളിക്കാം. എന്റെ ദൈവമേ, എന്റെ സർവസ്വമേ എന്നതായി ജീവിത തത്വം. തെരുവീഥിയിലേക്ക് ഇറങ്ങിയ ഫ്രാൻസിസിന് ശിഷ്യന്മാർ ധാരാളമുണ്ടായി. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭ ആരംഭിച്ചു. 6 പട്ടം വരെ അദ്ദേഹം സ്വീകരിച്ചു. എന്നാൽ പൗരോഹിത്യം സ്വീകരിക്കാൻ വിനയം അനുവദിച്ചില്ല. കുമാരി ദാരിദ്ര്യവും ഫ്രാൻസിസും തമ്മിലുള്ള വിവാഹം പ്രസിദ്ധമാണ്. എന്നെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥന, സൂര്യകീർത്തനം മുതലായവ അനേകരെ സ്പർശിച്ചിട്ടുള്ള കൃതികളാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളും സസ്യലതാദികളുമെല്ലാം ഫ്രാൻസിസിന് സഹോദരങ്ങളാണ്. അവയും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ. മരണശയ്യയിൽ സൂര്യകീർത്തനത്തിന്റെ അന്തിമവാക്യം കൂട്ടിച്ചേർത്തു, സഹോദരി മരണത്തെ പ്രതി കർത്താവ് സ്തുതിക്കപ്പെടട്ടെ. എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മൂർത്തീകരണമായ ഫ്രാൻസിസ് നഗ്നമായി തറയിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. മരിക്കുന്നതിന് 2 വർഷം മുൻപ് ക്രിസ്തുവിന്റെ പഞ്ചക്ഷതങ്ങൾ ഫ്രാൻസിസ് അസീസിക്ക് ലഭിക്കുകയുണ്ടായി. ക്രിസ്തുവിന്റെ പകർപ്പായിരുന്നു ഫ്രാൻസിസ് അസീസി എന്ന് ലോകം ഇന്നും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ വിശേഷിപ്പിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.